അഭയാർത്ഥികളിൽ നിന്നും കുടിയൊഴിക്കപ്പെട്ട കമ്മ്യൂണിറ്റികളിൽ നിന്നും വിദഗ്ധരായ പ്രതിഭകളെ തെരഞ്ഞെടുക്കാൻ തൊഴിൽദാതാക്കളെ സഹായിക്കുന്നതിന് ഓസ്ട്രേലിയ ഒരു പുതിയ പൈലറ്റ് പ്രോഗ്രാം അവതരിപ്പിച്ചിരിക്കുകയാണ്. സ്കിൽഡ് റെഫ്യൂജി ലേബർ എഗ്രിമെന്റ് പൈലറ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഈ പ്രോഗ്രാം വഴി വിവിധ വ്യവസായങ്ങളിൽ ജോലികൾക്കായി വിദഗ്ധരായ അഭയാർത്ഥികളെ സ്പോൺസർ ചെയ്യാൻ തൊഴിലുടമകൾക്ക് കഴിയും. റെഗുലർ വിസയ്ക്ക് യോഗ്യത നേടുന്നതിൽ പ്രശ്നമുണ്ടെങ്കിൽ പോലും നൈപുണ്യമുള്ള അഭയാർത്ഥികൾക്ക് ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യാൻ അവസരം നൽകുക എന്നതാണ് ഈ പ്രോഗ്രാം ലക്ഷ്യമിടുന്നത്. അഭയാർത്ഥികൾക്ക് അവരുടെ ജീവിതം പുനർനിർമ്മിക്കുന്നതിന് പിന്തുണ നൽകുമ്പോൾ തന്നെ തൊഴിലാളി ക്ഷാമം നികത്താൻ ഈ പ്രോഗ്രാം ബിസിനസ്സുകാരെ സഹായിക്കുന്നുണ്ട്. 2025 ജൂൺ 30 വരെയാണ് ഈ പ്രോഗ്രാം പ്രവർത്തിക്കുക. 500 വിസകൾ മാത്രമാണ് നൽകുക. നൈപുണ്യമുള്ള ജോലികൾ കണ്ടെത്താൻ അഭയാർത്ഥികളെ സഹായിക്കുന്ന സംഘടനയായ ടാലന്റ് ബിയോണ്ട് ബൗണ്ടറീസ് അല്ലെങ്കിൽ TBBയുടെ സഹായത്തോടെ വികസിപ്പിച്ചെടുത്ത ഒരു പുതിയ പ്രോഗ്രാമാണ് സ്കിൽഡ് റെഫ്യൂജി ലേബർ എഗ്രിമെന്റ് പൈലറ്റ്. ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, സോഫ്റ്റ്വെയർ ഡെവലപ്പർമാർ, വ്യാപാരികൾ തുടങ്ങിയ യോഗ്യതകളുള്ള അഭയാർത്ഥികൾക്ക് TBBയുടെ ടാലന്റ് കാറ്റലോഗിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. കമ്പനികൾക്ക് ആവശ്യമായ വിദഗ്ധ തൊഴിലാളികളെ കണ്ടെത്താൻ ഈ കാറ്റലോഗ് ഉപയോഗിക്കാം. ശരിയായ വിദഗ്ധ തൊഴിലാളികളെ കണ്ടെത്തുക, വിസ അപേക്ഷാ പ്രക്രിയ നാവിഗേറ്റ് ചെയ്യുക, തൊഴിലാളികൾ ഓസ്ട്രേലിയയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്തുണ നൽകുക തുടങ്ങിയവയാണ് TBB ഉദ്ദേശിക്കുന്നത്. തൊഴിലുടമകളും അഭയാർത്ഥികളും TBBയിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. പൈലറ്റിൽ പങ്കെടുക്കുന്ന തൊഴിലുടമകൾക്ക് എംപ്ലോയർ നോമിനേഷൻ സ്കീം, ടെമ്പററി സ്കിൽ ഷോർട്ടേജ് വിസ, സ്കിൽഡ് എംപ്ലോയർ സ്പോൺസേർഡ് റീജിയണൽ വിസ എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ വൈദഗ്ധ്യമുള്ള വിസ പ്രോഗ്രാമുകൾക്കായി അഭയാർത്ഥികളെ സ്പോൺസർ ചെയ്യാൻ കഴിയും. തൊഴിലുടമകൾക്ക് അഭയാർത്ഥികളെ സ്ഥിരമായോ താൽക്കാലികമായോ ആയ സ്ഥാനങ്ങളിലേക്ക് നിയമിക്കാനാകും. അഭയാർത്ഥികൾക്ക് നിശ്ചിത വിസകളിൽ ഏതാനും വർഷങ്ങൾക്ക് ശേഷം സ്ഥിരതാമസത്തിന് അപേക്ഷിക്കാനുള്ള ഓപ്ഷനുമുണ്ട്. ഈ തൊഴിൽ ഒഴിവുകളിലേക്ക് ആദ്യം പ്രാദേശിക തൊഴിലാളികളെ നിയമിക്കാൻ ശ്രമിച്ചതായി തൊഴിലുടമകൾക്ക് തെളിയിക്കേണ്ടതില്ല. അഭയാർത്ഥികൾക്ക് ജോലി ആവശ്യമായ വൈദഗ്ധ്യം ഉണ്ടോ എന്ന് തൊഴിലുടമകൾക്ക് തീരുമാനിക്കുകയും ചെയ്യാം. ചില തൊഴിൽ ഒഴിവുകളിലേക്ക് നിലവിലുള്ളതിനേക്കാൾ കുറഞ്ഞ ശമ്പളത്തിൽ അഭയാർത്ഥികളെ നിയമിക്കാൻ തൊഴിലുടമയ്ക്ക് സാധിക്കും. ഇത് തൊഴിലുടമയ്ക്കും ഗുണം ചെയ്യുന്ന കാര്യമാണ്. അഭയാർത്ഥികൾക്ക് ജോലി ചെയ്യാനും ഓസ്ട്രേലിയയിൽ സുസ്ഥിരമായ ഭാവി കെട്ടിപ്പടുക്കാനുമുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുമ്പോൾ തന്നെ പ്രതിഭാധനരായ അഭയാർത്ഥികളെ നിയമിക്കുന്നതിനുള്ള ബിസിനസ്സുകൾക്കുള്ള പ്രക്രിയ വളരെ എളുപ്പത്തിൽ നടക്കുകയും ചെയ്യും. സ്കിൽഡ് റെഫ്യൂജി ലേബർ എഗ്രിമെന്റ് പൈലറ്റ് പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ കുറഞ്ഞത് 12 മാസമെങ്കിലും രാജ്യത്ത് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന കമ്പനി ആയിരിക്കണം. കമ്പനിയുടെ സാമ്പത്തിക ശേഷി കാണിക്കേണ്ടതായി വരും. സ്പോൺസർഷിപ്പ് നിയമങ്ങൾ പാലിക്കണം. സ്പോൺസർ ചെയ്യുന്ന അഭയാർത്ഥികൾക്ക് മുഴുവൻ സമയ ശമ്പളം നൽകുന്നതും അവരുടെ തൊഴിൽ സാഹചര്യങ്ങൾ ഓസ്ട്രേലിയൻ തൊഴിലാളികൾക്ക് അനുകൂലമല്ലെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതേസമയം അഭയാർത്ഥി അപേക്ഷകർ 55 വയസ്സിന് താഴെയുള്ളവരായിരിക്കണം. നല്ല രീതിയിൽ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ അറിയുകയും പൂർണ്ണ ആരോഗ്യവാനുമായിരിക്കണം. ഇവർക്ക് പ്രവൃത്തി പരിചയം ആവശ്യമില്ല. അഭയാർത്ഥിക്ക് ജോലിക്ക് ആവശ്യമായ യോഗ്യതകൾ ഉണ്ടോ എന്ന് അവരെ സ്പോൺസർ ചെയ്യുന്ന ബിസിനസ് സ്ഥാപനമാണ് വിലയിരുത്തുക. ഒരു അഭയാർത്ഥി ഓസ്ട്രേലിയയിൽ എത്തിക്കഴിഞ്ഞാൽ അവരെ സ്ഥിര താമസമാക്കാൻ സഹായിക്കുന്നതിന് സ്പോൺസർ ചെയ്യുന്ന തൊഴിലുടമകൾ പിന്തുണ നൽകും. ഈ പൈലറ്റ് പ്രോഗ്രാം ബിസിനസ്സുകളെ തൊഴിൽ ദൗർലഭ്യം പരിഹരിക്കാൻ സഹായിക്കുക മാത്രമല്ല ഓസ്ട്രേലിയൻ സമ്പദ് വ്യവസ്ഥയിലേക്ക് സംഭാവന നൽകാനുള്ള അവസരവും വിദഗ്ധരായ അഭയാർത്ഥികൾക്ക് നൽകുന്നുണ്ട്.